പണം. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം, ചോദിച്ചോളൂ എന്ന് 8 വയസ്സുള്ള ഒരു ബാലനോടും 80 വയസ്സുള്ള ഒരു വൃദ്ധനോടും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുവരും ഒരേ സ്വരത്തിൽ തന്നെ മറുപടിയായിട്ട് പറയുന്നത് പണം എന്ന് തന്നെ ആയിരിക്കും. ഈ ലോകവും നമ്മളുമെല്ലാം പണത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ മാസം മുഴുവനും പണിയെടുത്ത് അത് തികയാതെ വരുന്നത് കൊണ്ട് തന്നെ കടം മേടിക്കുന്ന ആളുകളും ഓരോ മിനിറ്റിലും തൻ്റെ അക്കൗണ്ടിലേക്ക് 18 ലക്ഷം രൂപ വീതം വന്ന് വീണുകൊണ്ടിരിക്കുന്ന വാരൻ ബഫറ്റിനെ പോലുള്ള പണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് വാരൻ ബഫറ്റിൻ്റെ അക്കൗണ്ടിൽ വന്ന് വീഴാൻ പോകുന്നത് ഏറെക്കുറെ 1.5 കോടിക്ക് മുകളിലായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കൽ പോലും ആരും തന്നെ നമുക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങളായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് കൂടുതൽ പണം വരിക, എന്താണ് പണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ആ രഹസ്യം. വെൽക്കം ബാക്ക് ടു Afworld. Aflu here. പണക്കാരായിട്ടുള്ള ആളുകളുടെ രഹസ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ ആരെങ്കിലും കൂടുതലായിട്ട് സമ്പാദിക്കാൻ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എല്ലാവരും ധാരാളമായിട്ട് സമ്പാദിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ജോലിയൊക്കെ ചെയ്ത് കൂടുതലായിട്ട് സമ്പാദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് അപ്സ്റ്റോക്സിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്സ്റ്റോക്സിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അവിടെ ഒരു ഓതറൈസ്ഡ് പാർട്ട്ണർ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ധാരാളമായിട്ട് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ റെഫറലിനും 500 രൂപ വരെ അവർ നൽകുന്നുണ്ട്. അതായത് ഒരു 10 ആളുകൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 5000 രൂപ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ആളുകൾ ട്രേഡുകളൊക്കെ പേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രോക്കറേജ് കമ്മീഷൻ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഒരു ആപ്സ്റ്റോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉള്ള ഇന്ത്യയിലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ അപ്സ്റ്റോക്സ് എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്സ്, IPOs, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, അങ്ങനെ എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇൻട്രാഡേ ഓർഡറുകൾക്ക് വെറും 20 രൂപ മാത്രമേ ഇതിൽ ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ടൂളുകളും അതുപോലെ തന്നെ ന്യൂസ് ഫീച്ചേഴ്സ്, ഫൈനാൻഷ്യൽ ഡാറ്റ ആൻഡ് ചാർട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരുടെ ലേണിംഗ് വീഡിയോ സീരീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും കുറച്ചധികം പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും അപ്സ്റ്റോക്സ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വീഡിയോട്ട് പോകാം. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ്. പല ആളുകളും പണത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, കടം മേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മറുഭാഗത്ത് ധാരാളം പണം സമ്പാദിച്ചു വെച്ച് ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനേകം പണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ലോകത്തിലെ തന്നെ 1000 മില്യണേഴ്സിൻ്റെ, ഏറ്റവും വലിയ 1000 മില്യണേഴ്സിൻ്റെ അല്ലെങ്കിൽ ബില്യണേഴ്സിൻ്റെ കണക്കുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 68% വരുന്ന ആളുകളും സെൽഫ് മെയ്ഡ് മില്യണേഴ്സ് ആണ്, അല്ലെങ്കിൽ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് 1000 ആളുകളെ എടുക്കുമ്പോൾ അതിൽ 680 ആളുകളും നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കി ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അതിൽ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഉണ്ട്, വാരൻ ബഫറ്റ് ഉണ്ട്, അതുപോലെ എലൻ മസ്ക് ഉണ്ട്, ജെഫ് ബെസോസ് ഉണ്ട്. ഇവരെല്ലാവരും നമ്മളെപ്പോലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയും വലിയ പണക്കാരനാകാൻ വേണ്ടിയിട്ട് എന്ത് രഹസ്യമാണ് അവർ ഉപയോഗിച്ചത്? ആദ്യം തന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് നോക്കാം. നമുക്ക് കൂടുതലായിട്ട് പണം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യും. അതായത് നമ്മുടെ സമയത്തെ മറ്റൊരാൾക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുമ്പോൾ അവരതിന് പ്രതിഫലമായിട്ട് നമുക്ക് സാലറി എന്ന് പറഞ്ഞ് പണം നൽകുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കൂടുതലായിട്ട് പണം ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ കൂടുതൽ സമയം മറ്റൊരാൾക്കോ കമ്പനിക്കോ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് അവർ നമുക്ക് കൂടുതലായിട്ട് പണം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിത ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ട് തീർത്ത് കളയാതെ അതിനു പകരമായിട്ട് കുറച്ചെങ്കിലും നമ്മൾ മാറ്റി വെച്ച് നമ്മളിങ്ങനെ ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 50-70 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ സമയം മുഴുവനും മറ്റാർക്കൊക്കെയോ വേണ്ടി ചിലവാക്കിയത് കൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ കയ്യിൽ സമയമില്ലാത്തതിനാൽ തന്നെ പിന്നെ നമുക്ക് കാര്യമായിട്ട് ഒന്നും അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാന്യമായ ശമ്പളം, ഒരു 50,000 രൂപ വരുമാനം നമുക്കുണ്ട് എങ്കിൽ അത്
വെച്ചിട്ട് നമ്മൾ ഒരു നല്ലൊരു വീട് ഏറെക്കുറെ ഒരു 1 കോടി ബഡ്ജറ്റിലുള്ള ഒരു വീട് നമ്മൾ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാലറി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വരുമാനത്തെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് 17 വർഷം കഴിയേണ്ടി വരും ഇത്തരത്തിൽ 1 കോടിയുടെ മൂല്യമുള്ള ഒരു വീട് നിർമ്മിക്കാനായിട്ട്. അത് ഈ ഒരു സാലറി മുഴുവനായിട്ട്, ഈ ഒരു വരുമാനം മുഴുവനായിട്ടും അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോഴുള്ള കാലാവധിയാണ്. അതിന് പകരമായിട്ട് നമ്മുടെ ബാക്കി ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ട് ഈ 50,000 സാലറി ലഭിക്കുന്നതിൻ്റെ പകുതി മാത്രമാണ് ഈ വീടിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് എങ്കിൽ നമുക്ക് മൊത്തത്തിൽ വരുന്നത് 34 വർഷമാണ് ഒരു വീട് മാത്രം നിർമ്മിക്കാനായിട്ട്. ഒരു 21-22 വയസ്സിൽ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടാണ് ഈ ജോലിക്ക് കയറുന്നത് എങ്കിൽ പിന്നീട് അങ്ങോട്ടൊരു 34 വർഷം വീടിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ മൊത്തം നമ്മുടെ പ്രായം 56-ൽ എത്തി നിൽക്കുമ്പോൾ ആകെക്കൂടെ നമുക്ക് കയ്യിലുണ്ടാകുന്നത് ഒരു വീട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള സേവിങ്സോ മറ്റോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ നേരെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മാർക്ക് സുക്കർബർഗിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 23-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ബില്യനെയർ ആയിരുന്നു. ഇനി എലൺ മസ്കിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബില്യനെയർ ആയിരുന്നു. ഈ ബില്യൺ എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 7300 കോടിയോളം വരും ആസ്തി. ഇനി നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ നോക്കുമ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ഓയോയുടെ സ്ഥാപകനായിട്ടുള്ള റിതേഷ് അഗ്രവാളിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം തന്നെ 27-ാമത്തെ വയസ്സിൽ തന്നെ ബില്യനെയർ ആയിരുന്നു. ആസ്തി 7000 കോടിക്കും മുകളിലായിരുന്നു. ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രകാരം നമ്മൾ പോയിട്ട് 56 വയസ്സാകുമ്പോൾ നമുക്ക് ആകെ കൂടെ ചെയ്യാൻ സാധിക്കുന്നത് ഒരു വീട് വെക്കുക എന്നത് മാത്രമാണ്. പക്ഷേ മറ്റുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 20-30 വയസ്സാകുമ്പോഴേക്ക് തന്നെ അവർ ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിലേക്ക് കയറി കൂടുന്നുണ്ട്. ഏറ്റവും വലിയ പണക്കാരായിട്ട് അവർ മാറുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഈ ഒരു കാര്യം സാധ്യമാകുന്നത്? നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എന്ത് കാര്യമാണ് അവിടെ ഇനി ബാക്കി അവശേഷിക്കുന്നത്? നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നത് 1-2 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്നാമതായിട്ട് വരുന്നത് മാർക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ്. ഒരു സോൾജറെയും ഒരു ക്രിക്കറ്റ് പ്ലെയറെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോൾജറാണ് അവിടെ കൂടുതലായിട്ടും പണിയെടുക്കുന്നത്, കൂടുതലായിട്ടും കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിന് അവിടെ വലിയ രീതിയിലുള്ളൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അനേകം ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ അവരുടെ എല്ലാ ടെൻഷനുകളും മറന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കുന്നത് വെറും 11 കളിക്കാരാണ് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാലറിയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും സോൾജറെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. രണ്ടാമത്തെ ഒരു അടിസ്ഥാന ഘടകം നമ്മുടെ വാല്യൂ ആണ്. നമ്മുടെ വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിൽ ഒരു മാനേജറും ഉണ്ടാകും, അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനറും ഉണ്ടാകും. രണ്ടുപേരും അവിടെ ഒരേ സമയത്ത് തന്നെ വരുന്നുണ്ട്, അവിടെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരേ സമയത്ത് തന്നെ അവർ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ വാല്യൂ കൂടുതലുള്ളത് തീർച്ചയായിട്ടും മാനേജർക്ക് തന്നെയാണ്. ഈ ഒരു വാല്യൂവിനെ നിശ്ചയിക്കുന്നത് ഓരോരുത്തരും സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ടും അതിൻ്റെ എണ്ണങ്ങൾക്കനുസരിച്ചിട്ടുമാണ്. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ക്ലീനർ ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ്ങിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാനേജർ അവിടെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അയാൾ അത്രയും കാലം പഠിച്ചെടുത്തിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസുകളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് നൽകുന്നത്. ഒരു ദിവസം വെച്ചുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല എന്ന വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അത്രയും നല്ല രീതിയിൽ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മാനേജർക്ക് അവിടെ വാല്യൂ കൂടുന്നുണ്ട്. പക്ഷേ ക്ലീനർ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അയാൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നേരെ അയാളെ തട്ടിയിട്ട് വേറൊരാളെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ വാല്യൂവിനെ നിശ്ചയിക്കുന്ന വലിയൊരു ഘടകമാണ് തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അതിനാൽ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് നൽകുന്ന, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നൽകുന്ന ഒരു വ്യക്തിക്ക് വാല്യൂ കൂടുന്നതോടൊപ്പം തന്നെ സാലറിയും അദ്ദേഹത്തിൻ്റെ വരുമാനവും കൂടുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ തീർച്ചയായിട്ടും പണക്കാരായിട്ട് മാറാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരേ ഒരു ചോദ്യം, എങ്ങനെ എൻ്റെ വാല്യൂ കൂട്ടാൻ സാധിക്കും എന്നതായിരിക്കും. അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്
പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കടമുണ്ട്. ആ ഒരു കടം നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ വില അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കൂടുന്നുണ്ട്. ഇതേ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു സാധനം മേടിക്കണമെങ്കിൽ പല പല ഷോപ്പുകളിൽ കയറി ഇറങ്ങണം, അപ്പുറത്തൊക്കെ പോയിട്ട് അതിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ട് എവിടെയാണോ വില കുറവുള്ളത് എന്നിട്ട് അവിടെ പോയിട്ട് വാങ്ങണം. ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളുള്ള ആളുകളുടെ ഇടയിലേക്ക് ജെഫ് ബെസോസ് ആമസോൺ എന്നൊരു പ്ലാറ്റ്ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ആളുകളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് മാറുകയായിരുന്നു. ഇത് തന്നെയാണ് ഗൂഗിൾ ആയാലും അതുപോലെ യൂട്യൂബ് ആയാലും ഓയോ ആയാലും ഓല ആയാലും അത്തരത്തിലുള്ള എല്ലാവിധ പ്ലാറ്റ്ഫോമുകളും എല്ലാ പണക്കാരായിട്ടുള്ള ആളുകളും ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഞാൻ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും നോക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടെത്തുക, അതിനുശേഷം എങ്ങനെ അത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ്. ഇത്തരത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും തങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോരോ പ്രോബ്ലംസിനെ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയപ്പോൾ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മറുപടികൾ നൽകിയപ്പോൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ആ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരൊന്നും സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഇവരുടെ കയ്യിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കീഴിലായിട്ട് യാതൊരുവിധ ഷോപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങുകളോ ഹോട്ടലുകളോ ഉണ്ടായിരുന്നില്ല. ഓല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ക്യാബുകൾ അല്ലെങ്കിൽ കാർ ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ മതിയായ രീതിയിലുള്ള വീഡിയോസോ കണ്ടന്റുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആളുകളുടെ പ്രോബ്ലംസിനെ ഇത്തരത്തിൽ സോൾവ് ചെയ്ത് വന്നപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു നിലയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് പണക്കാരുടെ ഏറ്റവും വലിയ രഹസ്യം, ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രീഡമാണ്. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഫ്രീഡം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പണം അനിവാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്താണെന്നോ, നിങ്ങൾ എവിടെ ജനിച്ചു എന്നോ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമാണ് അവിടെ ഒരു വിഷയമായിട്ട് വരുന്നത്. വളരെ ചെറിയ കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരുപാടധികം പട്ടിണിയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഇത്രയും വലിയ കോടീശ്വരന്മാരായിട്ട് വിലസുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടെല്ലാം ഈ ഒരു കാര്യം സാധിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ. Brokerage shall not exceed SEBI specified limit. Investment in securities market are subject to market risk. Read all the related documents carefully before investing.